بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഭാഗമാണ് അൽ വഖ്ഫു വൽ ഇബ്തിദാ എന്ന ഭാഗം. തജ്വീദ് നിയമങ്ങളിൽ സുപ്രധാനമായ ഒരു നിയമം അഥവാ വഖഫും ഇബ്തിദാവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. വഖഫ് വേറെയാണ്, ഇബ്തിദാ വേറെയാണ്. വഖഫ് പോലെ പ്രധാനമാണ് ഇബ്തിദാ. വഖഫ് എന്നാൽ ചുരുക്കത്തിൽ മലയാളത്തിൽ അതിന് വിരാമമിടുക എന്നർത്ഥം പറയാം. വിരാമം. ഇബ്തിദാ എന്നാൽ ആരംഭിക്കൽ എന്നർത്ഥം. പാരായണത്തിനിടയിലുള്ള പുനരാരംഭമായാലും അതല്ല തുടക്കം തന്നെ ആരംഭിക്കലായിരുന്നാലും തുടങ്ങുന്നത് തന്നെയായിരുന്നാലും രണ്ടും ഇബ്തിദാഇൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി ഇൽമ് വഖഫ് വൽ ഇബ്തിദാ കൊണ്ട് നമുക്ക് എന്ത് നേട്ടം? ഇൽമും ബിഖവാഇദ യുറഫു ബിഹാ മഹാലുൽ വഖഫ് വമഹാലുൽ ഇബ്തിദാ ഫിൽ ഖുർആനിൽ കരീം മാ യസിഹു മിൻഹാ വമാ ലാ യസിഹ്. വഖഫിൻ്റെ സ്ഥാനങ്ങൾ, അതേപോലെ ഇബ്തിദാഇൻ്റെ സ്ഥാനങ്ങൾ. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ എവിടെ വഖഫ് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് പുനരാരംഭിച്ചുകൊണ്ട് പാരായണം തുടങ്ങാം, ഒരു സ്ഥലത്ത് നിർത്തി പിന്നീട് എടുത്തോതുമ്പോഴും, അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട എവിടെ ഒക്കെ നമുക്ക് അങ്ങനെ ആരംഭിക്കാം, അല്ലെങ്കിൽ എവിടെ വഖഫ് ചെയ്യാം. മാ യസിഹു മിൻഹാ വമാ ലാ യസിഹു, അതിൽ ഏതൊക്കെ സഹീഹാകും, ശരിയാകും, ഏതൊക്കെ ശരിയാവുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഇൽമാണ്, ശാസ്ത്രമാണ് ഇൽമുൽ വഖഫ് വൽ ഇബ്തിദാ. ഇത് യഥാർത്ഥത്തിൽ വെറും ഒരു വിജ്ഞാനശാഖ മാത്രമായി അൽ വഖഫ് വൽ ഇബ്തിദാഇനെ കണ്ടുകൊണ്ട് അതിൽ മാത്രം വിശദീകരണങ്ങളും രചനകളും ഒക്കെ നിർവഹിച്ച പണ്ഡിതന്മാർ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അത്രക്ക് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അൽ വഖഫ് വൽ ഇബ്തിദാ. ഇതുകൊണ്ട് നമുക്കുള്ള ഗുണമാണ് സൗനുൻ നസ്സിൽ ഖുർആനി മിൻ അൻ തുൻസബ ഫീ കലിമ ഇലാ ഗൈരി ജുംലതിഹാ. പരിശുദ്ധ ഖുർആനിൻ്റെ നസ്, അതിൻ്റെ ആ വചനങ്ങൾ, അതിൽ ഒരു കലിമത്ത് പോലും അതിൻ്റെ വാചകത്തിലേക്കല്ലാതെ ചേർക്കപ്പെടുന്നതിനെ സംരക്ഷിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഗുണം. അതിൻ്റെ ആ ഘടന ഫസാദായി പോകുന്നു, കുഴപ്പത്തിലാകുന്നു. അതോടൊപ്പം മാനയും ആശയവും മാറിപ്പോകുന്നു. അപ്രകാരം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആശയങ്ങളെ മുറിച്ചു കളയുക, വേർപിരിക്കുക എന്നതിൽ നിന്നും ഖുർആനിനെ സംരക്ഷിക്കുക. ഇതാണ് ഈ വഖഫ് ഇബ്തിദാവുമായി ബന്ധപ്പെട്ട അറിവ് നാം നേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണം, ഫായിദ. ഇനി എന്താണ് വഖഫ്? വഖഫിൻ്റെ നിർവചനമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. തഅരീഫുൽ വഖഫ് ഹുവ ഖത്ഉ الصوت على كلمة قرآنية بزمن يتنفس فيه عادة بنية استئناف القراءة. ഖുർആൻ പാരായണം, ഖിറാഅത്ത് തുടരുകയാണെന്ന ഉദ്ദേശത്തോടുകൂടി സാധാരണ നിലക്കുള്ള ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഖുർആനിലെ ഒരു കലിമത്തിൻ്റെ അന്ത്യത്തിൽ, ഒരു കലിമത്തിനു മുകളിൽ ശബ്ദവും ശ്വാസവും മുറിക്കുക, ശബ്ദം മുറിക്കുന്നതിനാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുവ ഖത്ഉ الصوت, ശബ്ദം മുറിക്കലാണ്. അലാ കലിമത്തിൻ
ഖുർആനിയ്യ, ഖുർആനികമായ ഒരു പദത്തിൽ, ഖുർആനിലെ ഒരു പദത്തിൽ, ബിസമനിൻ അല്പനേരം, യുതനഫസു ഫീഹി ആദ, സാധാരണ നിലക്ക് ഒരാൾക്ക് ശ്വാസമെടുക്കുവാനുള്ള അത്രയും സമയം, ബിനിയ്യത്തി ഇസ്തിനാഫിൽ ഖിറാഅ, പാരായണം തുടർന്നു പോകുവാനുള്ള ഉദ്ദേശത്തോടു കൂടി. ഇതാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനിയാണ് അൻവാഉൽ വഖഫ്, വഖഫിൻ്റെ ഇനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പാരായണ ശാസ്ത്ര പണ്ഡിതന്മാർ, ഇൽമു തജ്വീദിലെ പണ്ഡിതന്മാർ വഖഫിൻ്റെ ഇനങ്ങൾ പ്രധാനമായും അടിസ്ഥാനപരമായി ഇഖ്തിയാരി, ഇദ്തിറാരി, ഇഖ്തിബാരി എന്നിങ്ങനെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു. ഇഖ്തിയാരി, ഇദ്തിറാരി, ഇഖ്തിബാരി. ഇതിൽ ഇഖ്തിയാരിയായ വഖഫാണ് നമുക്ക് വിശദമായി മനസ്സിലാക്കുവാനുള്ളത്. നമ്മുടെ പഠനത്തിൽ കാര്യമായും വിഷയീഭവിക്കുന്നത് ഇഖ്തിയാരിയായ വഖഫിനെ കുറിച്ചാണ്. ഇഖ്തിയാരിയാണ് സാധാരണയായി ഒരു പാരായണക്കാരൻ വഖഫ് ചെയ്യുകയും പിന്നീട് പാരായണം പൂർത്തിയാക്കുകയും, അങ്ങനെ ഈ വഖഫ് എന്ന് നമ്മൾ നേരത്തെ നിർവചിച്ചിട്ടുള്ള ആ കാര്യം അയാളിൽ നിന്ന് സംഭവിക്കുക എന്നത് സാധാരണ നിലയ്ക്ക് ഇഖ്തിയാരിയാണ്. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക എന്നൊക്കെയാണ് ഇഖ്തിയാറിൻ്റെ അർത്ഥം. നമ്മളെ പൂർണ്ണമായ ഉദ്ദേശത്തോടു കൂടിയ സ്ഥലത്ത് വഖഫ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വിശദമായി പറയാം. ഇദ്തിറാരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിർബന്ധിതമായി നമ്മൾ വഖഫ് ചെയ്തു പോവുക, നിർബന്ധിതമായ നിലക്ക് വഖഫ് ചെയ്തു പോവുക. അതെവിടെയാവാം, അതൊരു പദത്തിൻ്റെ അന്ത്യത്തിലായിക്കൊള്ളണമെന്നില്ല. പദത്തിൻ്റെ മധ്യത്തിൽ പെട്ടെന്നൊരാൾക്ക് ശ്വാസം അല്ലെങ്കിൽ തുമ്മൽ വന്നു, അബദ്ധം പറ്റിയ പാരായണത്തിനിടയിൽ നമസ്കാരത്തിലൊക്കെ ഓതുമ്പോൾ തെറ്റിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രത്യേകമായ കാരണങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് നിന്നു പോവുക, അതിനാണ് ഇദ്തിറാരി, ദറൂറത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വഖഫ്. ഇഖ്തിബാർ എന്നാൽ പരീക്ഷ എന്നാണ് അർത്ഥം, ടെസ്റ്റ്, പരിശോധന. ഇഖ്തിബാർ, അതാണ് ഇഖ്തിബാരി, ഇഖ്തിബാരിയായ വഖഫ്. അതെന്താണെന്നും നമുക്ക് പറയാം. ഇഖ്തിയാരിയായ വഖഫ് ജായിസായതുമുണ്ട്, ഗൈറു ജായിസായതുമുണ്ട്. അനുവാദമുള്ള വഖഫുകളുണ്ട്, അനുവാദമില്ലാത്ത വഖഫുമുണ്ട്. ജായിസ്, അനുവാദമുള്ളത് 3 ഇനങ്ങളാണ്: താമ്, കാഫി, ഹസൻ. താമ്, കാഫി, ഹസൻ. എന്നാൽ അനുവാദമില്ലാത്ത വഖഫിനാണ് ഖബീഹ് എന്ന് പറയുക. താമ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്, പൂർണ്ണ വിരാമം എന്നൊക്കെ നമ്മൾ പറയല്ലോ. കാഫി ഒരു അർദ്ധവിരാമം അല്ലെങ്കിൽ മതിയായത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹസൻ എന്നാൽ ഉത്തമം, നല്ലത് എന്നൊക്കെ അർത്ഥം. എന്താണെന്നത് വിശദമായി നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണങ്ങളിലൂടെ. അതിൻ്റെ താരീഫും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഖബീഹ് എന്ന് പറഞ്ഞാൽ വികൃതം, വിരൂപം, ചീത്ത, മോശം, ഇതൊക്കെയാണ് ഖബീഹിൻ്റെ അർത്ഥം. അപ്പോൾ വികൃതമായത് അല്ലെങ്കിൽ മോശമായ, പൂർണ്ണമായും അർത്ഥത്തെ തന്നെ മാറ്റിക്കളയുന്ന വിധത്തിലൊക്കെയുള്ള വഖഫാണ് ഖബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അൽ വഖഫു താം. എന്താണ് താമായ വഖഫ്, പൂർണ്ണമായ വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൂർണ്ണ വിരാമം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാവുന്ന താമായ വഖഫ്. ഹുവൽ വഖഫു അലാ കലിമത്തിൻ ഖുർആനിയ്യ.
ലൈസ ബൈനഹാ വബൈന മാ ബഅദഹാ തഅല്ലുഖുൻ ലഫ്ളിയ്യുൻ ഇഅ്റാബിയ്യുൻ വലാ മഅനവിയ്യുൻ യൂഖഫു അലൈഹി വയുബ്തദഉ ബിമാ ബഅദഹു ഹുവൽ വഖഫ്. താമായ വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വഖഫ് ചെയ്യലാണ്, വിരാമമിടലാണ്. അല കലിമത്തിൻ ഖുർആനിയ്യ, ഒരു ഖുർആനിക പദത്തിൽ, ഖുർആൻ പദത്തിൽ അന്ത്യത്തിൽ വഖഫ് ചെയ്യുക. ലൈസ ബൈനഹ വബൈന മാ ബഅദഹ, ആ പദത്തിനും അതിന് ശേഷമുള്ളതിനും തമ്മിൽ ഇല്ല തന്നെ തഅല്ലുഖുൻ ലഫ്ളിയ്യുൻ, പദപരമായ ബന്ധം. അപ്പോൾ പദപരമായ ബന്ധമുണ്ടാവുക എന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അഥവാ ഇഅ്റാബിയ്യുൻ, ഇഅ്റാബ് പരമായ ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ വ്യാകരണ ശാസ്ത്രത്തിൽ ഉള്ള ഒരു പ്രയോഗമാണ്. ഇഅ്റാബ് എന്നാൽ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഇഅ്റാബുള്ള ഭാഷകൾ, സെമിറ്റിക് ഭാഷകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭാഷ അറബിയാണ്. അതിൻ്റെ പ്രത്യേകതയാണ് പദങ്ങളുടെ അന്ത്യത്തിൽ വരുന്ന മാറ്റങ്ങൾ. തഗയ്യുറു അവാഖിറിൽ കലിമാറ്റ്, പദത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതാണ് ഇഅ്റാബ്. ഈ ഇഅ്റാബ് പരമായ ബന്ധം, ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ കിതാബുൻ, കിതാബൻ, കിതാബിൻ എന്നൊക്കെയുള്ള മാറ്റങ്ങളുണ്ടല്ലോ, അത് തന്നെ ശേഷമുള്ള പദം തൊട്ടു മുമ്പുള്ളതിനെ പിന്തുടരും. ഇഅ്റാബിൽ അവ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ അല്ലേ, കിതാബുൻ കരീമുൻ, കിതാബുൻ കരീം, അവിടെ കിതാബുൻ കരീമുൻ എന്ന് കരീമുൻ എന്ന് പറയാൻ കാരണം എന്താ? കിതാബുൻ എന്ന വർണ്ണിക്കപ്പെടുന്ന ആ കിതാബ് എന്ന ഗ്രന്ഥം, ആ പദം മർഫു ആയതുകൊണ്ട്, ദമ്മ ആയതുകൊണ്ട് കരീമുൻ എന്ന ആ വർണ്ണന സിഫത്ത് അതിനെ പിന്തുടരുന്നു. അവിടെ വെറും ഇഅ്റാബ് മാത്രമല്ല, തദ്കീർ, തഅനീസ്, ഇഫ്രാദ്, ജംഅ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും പിന്തുടരണമെന്ന നിബന്ധനയുണ്ട്. ഇവിടെ ഇഅ്റാബാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ തഅല്ലുഖുൻ ലഫ്ളി അവിടെയില്ല, പദപരമായ ബന്ധമില്ല. വലാ മഅനവിയ്യുൻ, ആശയപരമായ ബന്ധവുമില്ല. അങ്ങനെ തീരെ ശേഷമുള്ളതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വഖഫ് ചെയ്യുക. യൂഖഫു അലൈഹി, അവിടെ വഖഫ് ചെയ്യുക. വയുബ്തദഉ ബിമാ ബഅദഹു, ശേഷമുള്ളത് ഇബ്തിദാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനോട് വസ്ല് ചെയ്യാതെ ശേഷമുള്ളതിനെ വേറെ ഇബ്തിദാ ചെയ്യുക. ഇതാണ് അൽ വഖഫു താം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഖുർആനിലെ ഒരു പദത്തിനു മുകളിൽ വഖഫ് ചെയ്യുന്നു. ആ വഖഫ് ചെയ്യപ്പെട്ട പദമാകട്ടെ ശേഷമുള്ളതുമായി യാതൊരു തര പദപരമോ ആശയപരമോ ആയ ബന്ധമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അങ്ങനെയുള്ള വഖഫ് ശേഷമുള്ളത് പിന്നീട് തുടർന്ന് പാരായണം ചെയ്യും, ഇബ്തിദാ ചെയ്യപ്പെടും, പുനരാരംഭിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഇവിടെ നിർത്തിപ്പോകും, പിന്നീട് വന്നിട്ട് ആരംഭിക്കുകയോ. ഏതായിരുന്നാലും പൂർണ്ണമായ വഖഫ്, പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. കാരണം അവിടെ ഈ പറഞ്ഞു വരുന്ന വിഷയം അവസാനിക്കുന്നു എന്നതുകൊണ്ട്. ഇങ്ങനെ ശേഷമുള്ളതുമായി പദപരമായതും ആശയപരമായതുമായ ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുന്നതിനാണ് അൽ വഖഫു താം എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ ബഖറയിൽ 5-ാമത്തെ വചനമാണ്. ഇവിടെ അൽ മുഫ്ലിഹൂൻ എന്ന പദത്തിൽ വഖഫ് ചെയ്യുന്നു. ഈ വഖഫ് താമായ വഖഫാണ്. കാരണം മുത്തഖീങ്ങളുടെ
വിശദീകരണം, അവരുടെ സ്വഭാവ ഗുണങ്ങൾ വിശേഷണങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം പറയാണ്, അവർ തങ്ങളുടെ നാഥനിൽ നിന്നുമുള്ള സന്മാർഗത്തിലാണ്, ഹുദയിലാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിന്നീട് പറയുന്നത് എന്താ? ഇന്നല്ലദീന കഫറൂ, അവിശ്വാസികളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഇവ തമ്മിൽ യാതൊരു നിലക്കുള്ള ബന്ധവുമില്ല. തഅല്ലുഖ് മാനവി, തഅല്ലുഖ് ലഫ്ളിയില്ല, തഅല്ലുഖ് മാനവിയും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, വഖഫ് പ്രധാനമായും 3 ഇനമാണ്. അടിസ്ഥാനമായി ഇഖ്തിയാരി, ഇഖ്തിബാരി, ഇൽത്തിറാരി. ഈ ഇഖ്തിബാരിയും ഇൽത്തിറാരിയും നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇഖ്തിയാരിയായ വഖഫുകളിൽ ജായിസാദ്, ഗൈർ ജായിസാദ് ഉണ്ട്. അതിൽ താമ്, ഹസന്, കാഫി ഉണ്ട്. ഗൈർ ജായിസ് ഒന്ന് മാത്രമാണ്, ഖബീഹ എന്ന് മനസ്സിലാക്കി. ഇനി താമായ വഖഫ് എന്താണെന്നും അതിൻ്റെ നല്ല ഒരു ഉദാഹരണവുമാണ് ഇവിടെ നാം വിശദീകരിച്ചിട്ടുള്ളത്. താമായ വഖഫ് പദത്തിൻ്റെ ഒരു ആയത്തിൻ്റെ അന്ത്യത്തിലും ഉണ്ടാകും, അല്ലാതെയും ഉണ്ടാകാവുന്നതാണ്, വിരളമായിട്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി പറയാം. ഇനി നമുക്ക് കാഫിയായ വഖഫിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കുവാനുള്ളത്. ബിഇദ്നില്ലാഹി തആല എല്ലാവരും വളരെ നേരത്തെ തന്നെ ക്ലാസ്സിൽ എത്തിച്ചേരുക. ക്ലാസ് പൂർണ്ണമായും ആദ്യാവസാനം ശ്രദ്ധിക്കണം എന്ന് ഉറപ്പെടുത്തുന്നു. ബാറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്.